അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ സൂറത്ത് അബസയാണ് കൈകാര്യം ചെയ്യുന്നത്. കാര്യമായിട്ട് വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി അതിനെപ്പറ്റിയേ സംസാരിക്കേണ്ടതുള്ളൂ. ഇതൊരു ആവർത്തനമാണ്, ആവർത്തിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, ചിലതൊക്കെ നമുക്ക് ഇന്ന് ആവർത്തിക്കേണ്ടി വരും ചെയ്യും. കാരണം നമ്മളെ എതിർക്കുന്ന ആളുകൾ അവർ പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതെന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കും ആവർത്തിക്കേണ്ടി വരും എന്നും പറയുന്നുണ്ട് ജബ്ബാർ. ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികളെ പണ്ട് പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ട് അവരെ എതിർക്കേണ്ടി വരുന്നതെന്തുകൊണ്ടാണ്? ജബ്ബാറിൻ്റെയും യുക്തിവാദികളുടെ നില, അതുപോലെ തന്നെ ഈ നാസ്തികന്മാരുടെ ഒന്നും കയ്യിൽ പണ്ട് യുക്തിവാദികളും നാസ്തികന്മാരും പറഞ്ഞതല്ലാത്ത പുതിയൊന്നും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് പണ്ട് പറഞ്ഞ മറുപടി തന്നെയാണ് ഇവരോട് ആവർത്തിക്കേണ്ടി വരുന്നത്. അതായത് ചോദ്യം അല്ലെങ്കിൽ സംശയങ്ങൾ പുതിയത് ആവർത്തിക്കുമ്പോഴാണ് പുതിയ മറുപടി ഉണ്ടാവുക. പഴയതന്നെ ആവർത്തിക്കുമ്പോൾ പഴയ മറുപടി തന്നെ ആയിരിക്കും അതിനുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ജബ്ബാർ അത്ര വാചാലനാവേണ്ടതില്ല. കാരണം തങ്ങളെന്താണോ ആവർത്തിക്കുന്നത് അതിന് എതിരിലുള്ള മറുപടി ആയിരിക്കും മറ്റവർ ആവർത്തിക്കാം. ഇവിടെ ജബ്ബാർ സൂറത്ത് അബസയാണ് കൈകാര്യം ചെയ്യുന്നത്. അതിന് മൂപ്പര് അവതരണ പശ്ചാത്തലം പറയുന്നതിന് മുമ്പ് ഖുർആനിസ്റ്റുകളോട്, അതായത് ഖുർആൻ പരസ്പരം പൂരകമാണ്, അല്ലെങ്കിൽ പരസ്പരം വ്യാഖ്യാനിക്കുന്നതാണ്, അതിന് ഹദീസിൻ്റെയും മറ്റു തഫ്സീറിൻ്റെയും ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളോട് എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഓതിയിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് എന്തോ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാൽ തനിക്കൊന്നും മനസ്സിലായില്ല എന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഖുർആനിസ്റ്റ് എന്ന് പറയുന്ന ജബ്ബാർ പറയുന്ന ആളുകളുടെ പക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കല്ല. പക്ഷേ തനിക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ട് നിങ്ങൾക്കും മനസ്സിലായിണ്ടാവില്ല എന്ന് വിധി എഴുതുന്നതിൻ്റെ യുക്തി എന്താണ്? അതാണ് ഇവിടെ ജബ്ബാർ ചെയ്തിട്ടുള്ളത്. എനിക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോന്നാണ്. അപ്പോൾ ജബ്ബാറിനെ പോലുള്ള മന്ദബുദ്ധികൾക്ക് ഒരു സംഗതി തിരിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരുടെയും ബുദ്ധി തന്നെപ്പോലെ തന്നെ മന്ദബുദ്ധികളാണ് എല്ലാവരും എന്ന് ധരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത്തരം ജബ്ബാറുമാരോട് നമുക്ക് വേറൊന്നും പറയാനില്ല. അതും അവരുടെ മന്ദബുദ്ധിയിൽ നിന്ന് ഉത്ഭൂതമാവുന്ന ഒരു സംഗതി എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നീട് അദ്ദേഹം ഇതിൻ്റെ അവതരണ പശ്ചാത്തലം പറയുന്നുണ്ട്. അതായത് നേരത്തെ ഇസ്ലാം സ്വീകരിച്ച അന്ധനായിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നതാണ് സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഖുറൈശികളിലെ പ്രധാനികളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യനെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അവഗണിച്ചു എന്നുള്ള നിലക്കാണ് ഇവിടെ ജബ്ബാർ ഇതെടുത്തിടുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇവരുമായിട്ട് സംസാരിക്കുന്നത്? ഇവിടെ നബിയാണോ അല്ല എന്നൊക്കെ നമ്മൾ മാറ്റി നിർത്തുക. ഒരു നാട്ടിൽ അവിടെ ഒരു വിപ്ലവം സാധിക്കേണ്ടതുണ്ട്, ഒരു മാറ്റം സംഭവിക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ഈ സമൂഹത്തെ രക്ഷിച്ചെടുക്കാനുള്ളൂ എന്ന് കാണുന്ന ജനങ്ങളോട് അനുകമ്പയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു. ആശയം വിജയിക്കണമെങ്കിൽ ആ നാട്ടിലുള്ള പ്രമുഖന്മാരായിട്ടുള്ള ആളുകളെ കിട്ടണം. അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ ചെയ്യലെന്താ? അദ്ദേഹം ആ നാട്ടിലെ പ്രമുഖന്മാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് സംസാരിക്കും. താൻ ഉന്നയിക്കുന്ന ആശയത്തെ സംബന്ധിച്ച്, താൻ മുന്നോട്ട് വെക്കുന്ന ജീവിത വ്യവസ്ഥയെ സംബന്ധിച്ചൊക്കെ സംസാരിക്കും. അതിൽ അവരുടെ സമീപനം ഒരുപക്ഷെ അനുകൂലമാകാം, അല്ലെങ്കിൽ പ്രതികൂലമാവാം, അത് വേറെ സംഗതിയാണ്. അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അയാൾ പ്രവാചകനൊന്നും ആവണ്ട, ഏതൊരു സാധാരണ നായകനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന സംഭവമാണത്. സ്വാഭാവികമായിട്ടും അവരുമായിട്ടുള്ള സംസാരത്തിന് അലോസരം സൃഷ്ടിക്കുന്ന സംഗതികൾ ഉണ്ടാവരുത്
എന്ന് അദ്ദേഹം ആഗ്രഹിക്കും. അതും സ്വാഭാവികമാണ്. അപ്പോൾ അതിന് അലോസരം ഉണ്ടാക്കുന്ന ആരെങ്കിലും ആ പരിസരത്തേക്ക് വന്നാൽ അയാളോട് ചിലപ്പോൾ ഇത്തരം ആളുകൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുകയും കയർക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള എന്താ? അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രമുഖനുമായിട്ട് സംസാരിക്കുന്നു. മക്കയിൽ ഇസ്ലാം ജയിപ്പിച്ചെടുക്കാൻ ഇവരുടെയൊക്കെ സാന്നിധ്യം, ഇവരുടെ സഹായവും പിൻബലവും വേണ്ടതുണ്ട്, അവർ ഇസ്ലാമിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് സംസാരിക്കുന്നത്. ഇത് നാട്ടിൻ്റെ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അസാങ്കത്യമായി കരുതേണ്ടെന്ന്, അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമായിട്ട് ആരും കാണൂല. അത് ജബ്ബാറിനെ പോലുള്ള കുറച്ച് കുബുദ്ധികൾക്ക് അങ്ങനെ തോന്നിയാലും യുക്തിവാദം ഉന്നയിക്കുന്ന സാധാരണക്കാർക്ക് പോലും തോന്നാനൊരു ന്യായവുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അന്ധനായിട്ടുള്ള പാവപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം അവിടെ വന്നിട്ട് അല്ലിംനി യാ റസൂലല്ലാഹ്, അല്ലിംനി മിമ്മാ അല്ലമക്കല്ലാഹു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്ന കാര്യം എന്നെയും പഠിപ്പിച്ചു തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇത് അദ്ദേഹം ആവശ്യപ്പെട്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തോട് അതൃപ്തി തോന്നി എന്നത് ശരിയാണ്. അത് മനുഷ്യൻ എന്നുള്ളവർക്ക് അദ്ദേഹത്തിന് തോന്നാവുന്നൊരു സംഗതിയുമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇവിടെ ഇസ്ലാമിനെ വിജയിപ്പിച്ചെടുക്കണം, അതിന് ഈ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരണം എന്നുള്ളതാണ്. അതിന് ഇദ്ദേഹം ഒരു തടസ്സമായി തീരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയത് കൊണ്ടാണ് നബി അദ്ദേഹത്തോട് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ പറ്റിയാണ് അബസ വതവല്ല. അപ്പോൾ ഈ അബസ വതവല്ല, അവൻ മുഖം ചൊളിച്ചു, അവൻ പിൻവാങ്ങിക്കളഞ്ഞു എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചാണ് എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് ജബ്ബാർ പറയുന്നത്. ഇവിടെയാണ് ഖുർആൻ ഇറങ്ങുന്നതിന് പശ്ചാത്തലമുണ്ടെന്നും ആ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഖുർആൻ മനസ്സിലാക്കാൻ എന്നും പറയുന്നതിൻ്റെ താല്പര്യം. പിന്നെ ഇതിന് പറഞ്ഞ തത്വം എന്താണ്? ഈ പശ്ചാത്തലം ഒന്നും മനസ്സിലാക്കാതെ ഇത് ആരെയോ പറ്റിയാണ് ഖുർആൻ പറയുന്നതെന്ന് തന്നെ വെക്കുക. ആ ആളാരാണെന്നും ആരെ പറ്റിയാണ് പറയണമെന്നും മനസ്സിലായില്ല. എന്നാൽ പോലും ഇതിൽ പറയുന്ന തത്വം എന്താണ്? നിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആരുടെ അടുത്തായിരുന്നാലും മറ്റൊരാൾ ഒരു സംഗതി അന്വേഷിച്ച് വരുമ്പോൾ അവരുടെ നേരെ നെറ്റി ചുളിക്കാനും അവരോട് അതിർത്തി പ്രകടിപ്പിക്കാനും പാടില്ല എന്നുള്ളൊരു സന്ദേശമാണ് ഇത് ഉൾക്കൊള്ളുന്നത്. ആ സന്ദേശം മനസ്സിലാക്കാൻ ഏത് സാമാന്യ ബുദ്ധിക്കും കഴിയുമെന്നുള്ളതാണ്. അതേസരം അബസവത്തവല്ല എന്നതിലെ സർവനാമം ഹുവ, അദ്ദേഹം എന്ന് പറയുന്ന ഈ സർവനാമം ആരിലേക്കാണ് ചൂണ്ടുന്നത്, ആരെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാവണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അബസവത്തവല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ നബി, അദ്ദേഹം നെറ്റി ചൊളിച്ചു, അദ്ദേഹം തവല്ല തിരിഞ്ഞു കളഞ്ഞു. അതായത് ഈ വന്ന അന്ധനായിട്ടുള്ള ആളുടെ അപേക്ഷ മാനിക്കാതെ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് ഖുർആനിൻ്റെ അമാനുഷികതയായിട്ട് ഉയർത്തിക്കാട്ടുന്നു എന്നതിലാണ് ജബ്ബാറിന് കുണ്ഠിതം. ജബ്ബാറിന് അത് അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആനിൻ്റെ വക്താവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുമോ? ഇവന് ഈ പ്രവാചകത്വം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നന്നാക്കാൻ വന്നിട്ടുള്ള ഈ മനുഷ്യൻ, അയാൾ നെറ്റി ചൊളിക്കുകയും ആളുകളെ അവഗണിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആനെ ഉണ്ടാക്കിയത്, നിർമ്മിച്ചതെന്ന് വെക്കാം. എങ്കിൽ ജബ്ബാറാണെങ്കിൽ അങ്ങനെ ജബ്ബാർ പറയുമോ? അറിയില്ലാന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ഖുർആനിൻ്റെ ആൾ, അള്ളാഹു ആണെന്നുള്ളതിൻ്റെ. എന്നാൽ അതുപോട്ടെ, ഇനി അള്ളാഹു ഇത് ഇറക്കി, എന്നാൽ എന്നെ പറ്റിയാണല്ലോ ഈ പറയുന്നത്, അതുകൊണ്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ പറയാതെ ഒളിപ്പിച്ചു വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയില്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചോ? അത് ശ്രമിച്ചില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നതിനും അത് തെളിവാണ്. ഖുർആൻ അവതരിപ്പിച്ചത് അള്ളാഹുവാണ് എന്നതിൻ്റെ തെളിവാണ് എന്നതോടൊപ്പം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനായിട്ടുള്ള പ്രവാചകനാണ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ദൈവികമായിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം, ബോധനം, അത് തനിക്കെതിരിലുള്ളതാണെങ്കിൽ പോലും അദ്ദേഹം അത് മറച്ചു വെക്കൂല, ജനങ്ങളിൽ വിളംബരം ചെയ്യും എന്നാണിത് തെളിയിക്കുന്നത്. അപ്പോൾ ഈ ആൾ അദ്ദേഹം എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചാണ് എന്ന് മനസ്സിലാവില്ല എന്ന് ജബ്ബാർ പറയുന്നത് ജബ്ബാറിന് ഇതുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് വേറെ ചിലത് പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. അത് മുസ്ലിം സമൂഹം അംഗീകരിച്ചു തരൂല എന്ന് മാത്രമല്ല, അല്പമൊക്കെ ബുദ്ധിയും വിവേകവുമുള്ള സാമാന്യ ബുദ്ധിയുള്ള ആളുകളും അത് അംഗീകരിച്ചു തരൂല. ജബ്ബാറിനെ പോലെയുള്ള വിഡ്ഢിത്തങ്ങൾ വിളമ്പുന്ന യുക്തിഹീനരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് വിളിച്ചു വരാൻ കഴിയുള്ളൂ. എന്നിട്ട് പിന്നെ മൂപ്പര് പറയുന്നത് ഇതിന് ഗ്രാമർ സംബന്ധമായിട്ടുള്ള ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ്. അതാണ് നമുക്ക് തീരെ മനസ്സിലാവാത്തത്. അത് തന്നെ പറയണതാരാ? അറബി ഭാഷയിൽ SSLC പരീക്ഷയിൽ 50% തോറ്റ് പാളീസായിട്ടുള്ള ഒരു മനുഷ്യൻ പറയാണ് ഇതിൽ ഗ്രാമർ സംബന്ധമായിട്ടുള്ള ചില അബദ്ധങ്ങളുണ്ട്. എന്താ അബദ്ധം എന്നല്ലേ? അബസവത്തവല്ല ജാഅഹുൽ അമ ഉമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാഉ യദ്ദക്കറു ഫതൻഫഉ ദിക്റ. അദ്ദേഹം മുഖം ചുളിച്ച് കളഞ്ഞു, അദ്ദേഹം തിരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജാഅഹുൽ അമ, അന്ധനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉമാ യുദ്രീക, നിനക്കെന്താ അറിയാം എന്ന് നബിയോട് സംബോധന ചെയ്യുന്നു. ഇതാണ് പോലും ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക്. നമ്മളൊക്കെ ഗ്രാമർ സംബന്ധമായിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാറുള്ള സാധാരണ ഭാഷയിൽ അല്പമെങ്കിലും ഒരു പരിജ്ഞാനമുള്ള ആരും ഉദ്ദേശിക്കുന്നതാണ് അതിലെ ആഖ്യായിക, അതുപോലെ തന്നെ അതിലെ കർമ്മം, കർത്താവ്, അങ്ങനെയുള്ള ഇതിൽ അബദ്ധങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക. ഇവിടെ ജബ്ബാർ പറഞ്ഞു നോക്കുമ്പോൾ മൂപ്പര് പറയുന്ന ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞത് ഒരാളെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അയാളെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പിന്നീട് പറയുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ആവുക? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഏതൊരു ഭാഷയിലും ആ ഭാഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു രീതി ഉണ്ടാവും. ആ രീതി മനസ്സിലാക്കാതെ ഒരുത്തന് കയറിയിട്ട് എന്തൊക്കെയോ തോന്നിയൊക്കെ പറഞ്ഞിട്ട് ആ ഭാഷയെയും ആ ഭാഷയിലെ ലോകം അംഗീകരിക്കുന്ന വലിയ കോടിക്കണക്കിന് ജനങ്ങൾ തങ്ങളുടെ ജീവനേക്കാൾ പ്രാധാന്യം കൽവുന്ന ഒരു ഗ്രന്ഥത്തെയും ഇങ്ങനെ അവഹേളിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഈ മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് പറയേണ്ടത്? തനി ഇരുകാലി എന്നല്ലാതെ അയാൾക്ക് ഭാഷയും അറിയില്ല, ഭാഷാ പ്രയോഗങ്ങളറിയില്ല, സംബോധനാ രീതി അറിയില്ല, ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ അവർ കൈകാര്യം ചെയ്യുന്ന സംഭാഷണ രീതി അറിയില്ല, ഒന്നും അറിയില്ല എന്നല്ലേ. അതാണ് ഇവിടെ ജബ്ബാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നല്ലാതെ ജബ്ബാർ പറയുന്ന മാതിരി ഇതിൽ യാതൊരു ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്കും ഇല്ല. ജബ്ബാറിന് മനസ്സിലാവാത്തത് അറബികളുടെ ഈ സംബോധന അല്ലെങ്കിൽ സംസാര രീതിയാണ്. അതിന് ഗ്രാമർ എന്നല്ല പറയാം, അതിന് വേറെ പ്രയോഗം ജബ്ബാർ പഠിച്ചുണ്ടാക്കണമെന്ന് മാത്രമാണ് ജബ്ബാറിനോട് അത് സംബന്ധിച്ച് പറയാനുള്ളത്.